തന്റെ ഉമ്മ ഖബറിലാണോ? ആണോടാ? നീ ഉച്ചക്ക് എനിക്ക് തിന്നാൻ തന്നീന്നോ? കണ്ണു മുമ്പ് കണ്ണടിച്ച് പൊട്ടിക്കാൻ ഇത് പലരും ചെയ്യുന്ന പറയുന്നത് ഇത് ഞാന് ഇത് പറയാൻ പോവാണ്. ഇത് കണ്ട നിങ്ങൾ ജമലുല്ലയിൽ നിന്നാണ് ഇപ്പൊ എന്താ പറയാത്തെന്ന് ചോദിച്ചത്. ജമലുല്ലയിൽ മറ്റേലും പറയടാ. ഫോൺ വിളിച്ചുണ്ടല്ലോ കള്ളച്ചോറ. നിന്റെ നാടോടാ. ഹാമിദ് ആറ്റക്കോയ തങ്ങൾ സ്നേഹ പൊന്മരമല്ലേ. ശാന്തി സമാധാനം നിറയും മൊഴിത്തേൻ മധുരം പോൽ തന്നവരല്ലേ. അത് പേടിച്ച് പാടിയിട്ടാണ് കുറച്ചും കൂടെ ക്ലിയർ കുറവ്. ഹലോ, അസ്സലാമു അലൈക്കും. സലാം പറയല്ലേ, അതിന് മുന്നേ വല്ലല്ലോ പറഞ്ഞു. പിന്നെ പറ. സലാം നിക്ക് 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 സംസാരിക്കാം. നീ ഇപ്പൊ ഓനോട് ഫോണ് വിളിച്ചപ്പോ ഇത് നാട്ടെപ്പോയാന്ന് പറഞ്ഞു ഓനോട്. അതെ, അന്റെ നാടെവിടെ? ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ വിളിച്ച്. ഈ മുമ്പൊക്കെ ജമലുല്ലയിൽ പറഞ്ഞപ്പോ ജമലുല്ലയിൽ പറയാത്ത എന്താ അറിയാനേ? അത് പറഞ്ഞ നമുക്ക് ബോധ്യപ്പെട്ടേക്ക് ഫോൺ വെക്കുവോ? ബോധ്യപ്പെട്ടാ വെക്കുവോ, അല്ലെങ്കിൽ പിന്നെ സംശയം ഉണ്ടാവും. പിന്നെ ഞാൻ കാര്യം പറ്റ എന്നോട്. പറ. പിന്നെ എന്റെ പേരെന്താ? അനക്ക് പൊന്നും കുറ്റവാക്കില്ലടാ. ഉമ്മല്ലേ? ഉമ്മയൊക്കെ മരിച്ചു, ഉമ്മിപ്പൊക്കെ മരിച്ചേക്കുന്നു. ബാബാന്റെ ഉമ്മാന്റെ ഖബർ വിശാലായി കൊടുക്കട്ടെ. ആമീൻ. പറയാൻ നമ്മളെങ്ങനെയൊക്കെ ഒരാള് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണന്റെ മുകളിൽ നിങ്ങളിങ്ങനെ പറയാൻ പാടുണ്ടോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. നാട്ടിൽ പറയാൻ പാടുണ്ട്. അബ്ദുറഹ്മാനെ, പറയേ. അപ്പൊ ഉച്ചക്ക് ഞാൻ ചോറ് കഴിച്ചു. കഴിഞ്ഞിട്ടാ ആ ചോറ് ഇജ്ജ് തന്നതാണോ? ഇജ്ജൊരു കാര്യം മനസ്സിലാക്കേ, ഇജ്ജാനാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്റെ അഡ്രസ് എനിക്ക് തരാം. അതല്ലെങ്കിൽ എന്റെ നാട് കൊടക്കാരാണ്. ഇജ്ജിട്ട് വരുമോ? മൂക്ക് കറ്റോ? കേറ്റും. കേറ്റും എന്ന് പറഞ്ഞ കേറ്റും. എന്റെ അഡ്രസ് പറഞ്ഞു. അഡ്രസ് കേട്ട എന്റെ അഡ്രസ് പറഞ്ഞ ഞാൻ ഫോൺ വിളിച്ചിട്ട് അഡ്രസ് പറയണേ. ഞാൻ ചോദിച്ചു അഡ്രസ് പറയണം. ചോദിച്ചാൽ വാപ്പയിലെ പഴം ഉത്തരം പറഞ്ഞിട്ട് വാപ്പാട് പറയടാ. എന്റെ വാപ്പാനോട് വാപ്പോട് പോയി ചോദിക്കോളൂ. പിന്നെ എന്റേത് ഉടായ്പാൻ സമ്മതിച്ചാൽ മതി. അല്ലെങ്കിൽ നീ എന്റെ ഉടായ്പ മറ്റേ അതിന്റെ അഡ്രസ് പറ. അഡ്രസ് പറയാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി വരുന്നാ പറയാ. ഇതുവരെ ഇത് തങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഫോൺ എടുത്ത് ഞങ്ങളെ മര്യാദ അന്നൊക്കെ കൈകാര്യം ചെയ്ത് ഞാനൊക്കെ മതി. ഇത് ഞങ്ങൾ ഇതുവരെ എടുത്തിട്ട് ആളായിരുന്നു. അഡ്രസ് വെച്ചപ്പോ പേടിച്ചിട്ട് കൂടി അന്നോടൊന്നും നടത്താൻ ചേർക്കാട് പോരാറ്.